അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെയെല്ലാം വ്യത്യസ്ത തോതിലാണ് പരീക്ഷിക്കാറുള്ളത്. നമ്മളെല്ലാവരും വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആളുകളാണ്. പല രൂപത്തിലാവും പരീക്ഷണം വരിക. സമ്പത്തുള്ള ആളുകൾ വളരെ പെട്ടെന്നായിരിക്കും ദാരിദ്ര്യത്തിന്റെ ഏറ്റവും പടുകുഴിയിലേക്ക് ചെന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. തീർത്തും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ മരണം വരെ നമുക്കൊക്കെ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ വലിയ ടെൻഷനും പ്രയാസങ്ങളും ഒരു ചെറിയൊരു വിഷയം വരുമ്പോഴേക്കും അതിൽ ബേജാറായിക്കൊണ്ട് അത് കാരണം പോലും പലപ്പോഴും പരാജയത്തിലേക്ക് എത്തുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. മറ്റു ചില ആളുകൾക്ക് ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ പലപ്പോഴും ദുഃഖത്തിലൂടെ പോകേണ്ട സാഹചര്യം ഉണ്ടാവും. ഇങ്ങനെ വ്യത്യസ്ത തോതിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പരീക്ഷിക്കാറുള്ളത്. ഈ പരീക്ഷണത്തിൽ നമ്മെ പോലെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഒരു പരീക്ഷണം വരുമ്പോൾ പല ആളുകളുടെയും പ്രതികരണം, എന്നാലും എന്താണ് അല്ലാഹു എന്നോട് അങ്ങനെ ചെയ്തത്? ഞാൻ 5 വക്ത് പള്ളിയിൽ നമസ്കരിക്കാറുള്ള ആളല്ലേ, ഞാൻ നോമ്പൊക്കെ കൃത്യമായി നോൽക്കാറുണ്ടല്ലോ, എന്നിട്ടും അല്ലാഹു എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചിന്തിക്കുന്ന കുറഞ്ഞ ആളുകളെ കാണാൻ സാധിക്കും. മറ്റു ചില ആളുകൾ, എന്നാലും ഇത്രയ്ക്ക് വലിയ പരീക്ഷയൊന്നും എന്നോട് വേണ്ടിയിരുന്നില്ല, അല്ലാഹു ഇത്ര വലിയ ക്രൂരനാണോ എന്ന് വരെ ചിന്തിക്കുന്ന വളരെ കുറഞ്ഞ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾക്കായിരിക്കും അതിന്റെ കടുപ്പം കൂടി വരിക എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളൊക്കെ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ ഉണ്ടാവും. നമ്മുടേതായ സാഹചര്യത്തിലുള്ള വ്യത്യസ്ത പ്രയാസങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. ആ പ്രയാസങ്ങൾ നമ്മൾ തട്ടിച്ചു നോക്കേണ്ടത്, താരതമ്യം ചെയ്ത് നോക്കേണ്ടത് അള്ളാഹുവുമായി ഏറ്റവും നല്ല ആത്മബന്ധം ഉണ്ടായിരുന്ന നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്ന പ്രയാസങ്ങളുമായിട്ടാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ഇപ്പോൾ അനുഭവിക്കാവുന്ന പ്രയാസങ്ങൾ അത് വളരെ തുലവും തുച്ഛമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവുമായി അടുപ്പം കൂടുന്തോറും പരീക്ഷണത്തിന്റെ കടുപ്പവും കൂടുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നീണ്ട 13 വർഷങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് നുബുവത്ത് ലഭിച്ചതിന് ശേഷം നീണ്ട 13 വർഷങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും അവർ അനുഭവിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കാത്ത വിധം അത്രമേൽ ഭീകരമാണ്, ഭയാനകമാണ്. ഇസ്ലാം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം മരുഭൂമിയിലെ ആ ചുട്ടുപഴുത്ത മണലിൽ മലർത്തി കിടത്തുമായിരുന്നു അവരെ. ശേഷം അതിന് മുകളിൽ, അവരുടെ ശരീരത്തിന് മുകളിൽ ഇരുമ്പിന്റെ പടച്ചട്ട കൊണ്ട് 2 ഭാഗവും മറയ്ക്കുമായിരുന്നു. എന്നിട്ട് ആ വെന്തുരുകുന്ന മരുഭൂമിയിൽ അവരുടെ വിയർപ്പും ആ ഇരുമ്പ് ചട്ടയും തമ്മിൽ ഒരു ഇഴചേർന്ന ബന്ധമുണ്ടാവുമ്പോൾ അത് പിന്നീട് ഒന്ന് പറിച്ചെടുക്കുമായിരുന്നു. തന്റെ തൊലി ഒന്നാകെ പറിച്ചു വരുന്ന രൂപത്തിൽ ശത്രുക്കൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മുതിരുമായിരുന്നു കാണാൻ സാധിക്കും. ചെറിയ മക്കളുടെ മുമ്പിൽ വെച്ച് അവരുടെ ഉപ്പമാരെ വധിക്കുമായിരുന്നു. അവരുടെ ഉമ്മമാരുടെ ഗുഹ്യഭാഗത്തേക്ക് കുന്തം കയറ്റി ഇറക്കുമായിരുന്നു. ഇതൊന്നുമല്ല, അവരെ കൊല്ലാക്കൊല ചെയ്യുന്ന, അല്ലെങ്കിൽ ഏതെല്ലാം നിലയ്ക്ക് അവരുടെ പീഡനമുറകൾ കാണിക്കാൻ സാധിക്കുമോ ആ രൂപത്തിലെല്ലാം അക്രമങ്ങൾ അഴിച്ചുവിടുന്ന, എന്തിന്റെ പേരിൽ? അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം അവരെ കൊന്നില്ല എന്നതിനപ്പുറം ബാക്കി എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യം നീണ്ട 13 വർഷക്കാലം മക്കയിൽ ഇസ്ലാമിക സമൂഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ വലിയ രൂപത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ സ്വന്തം നെറ്റിത്തടം കൊണ്ട് അവർ ജനിച്ചു വളർന്ന അവരുടെ ഭൂമിയിൽ അവർക്ക് നമസ്കരിക്കാൻ അല്ലെങ്കിൽ സുജൂദ് ചെയ്യാൻ പോലും കഴിയില്ല എന്ന് ഉറപ്പായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇസ്ലാമിൽ ഹിജ്റയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശം കൊടുക്കുന്നത്. മക്കയിൽ നിന്ന് അവരുടെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തങ്ങൾ ഇത്രനാൾ തങ്ങൾക്കുണ്ടായിരുന്ന കന്നുകാലികളാവട്ടെ, കൃഷിയാവട്ടെ, സമ്പത്താവട്ടെ, കുടുംബമാവട്ടെ, മക്കളാവട്ടെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഹിജ്റയിലേക്ക് അവർ പലായനം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എങ്ങോട്ട്? മദീനയിലേക്ക്, അന്നത്തെ യത്രിബിലേക്ക്. മദീനയിൽ എന്തോ വലിയ നിധിയുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നല്ല പോകുന്നത്. അവിടെ തങ്ങളെ സ്വീകരിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി ഇനിയൊരിക്കലും ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ എന്തെങ്കിലും ഒരു കച്ചിത്തുരുവിന് വേണ്ടി മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം ഇസ്ലാമിക സമൂഹം ഹിജ്റ ചെയ്യുകയാണ്. അങ്ങനെ ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തിയപ്പോഴും അവർക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങൾക്ക് കുറവില്ല. മദീനയിലെത്തി അവരുടെ അൻസാരികളുടെ ആതിഥ്യം അരുളിയതിനു ശേഷം ഹിജ്റ 2ാം വർഷമാണ് വീണ്ടും ഈ ഇസ്ലാമിക സമൂഹത്തിന് നേരെ ശത്രുക്കൾ വീണ്ടും അവർ പല രൂപത്തിലുള്ള ആക്രമണങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നു എന്ന കാര്യം ഇസ്ലാമിക സമൂഹം തിരിച്ചറിയുന്നത്.
അവരുടെ എല്ലാ സമ്പാദ്യവും, ഇത്രയും കാലം ഉണ്ടാക്കിയ എല്ലാ സമ്പാദ്യവും മക്കയിൽ ശത്രുക്കൾ, ഖുറൈശികൾ, മക്ക മുശ്രിക്കുകൾ അവർ പിടിച്ചെടുത്ത് അവർ ആ സമ്പാദ്യം ഉപയോഗിച്ചു വരികയാണ്, അത് ശേഖരിച്ചു വരികയാണ്. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് ഹിജ്റ 2-ാം വർഷം ഒരു റമദാൻ 17 ദിവസമാണ് നാം ഇവരും സുപ്രധാനമായി ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കാറുള്ള ബദർ സംഭവിക്കുന്നത്. ഹിജ്റ 2-ാം വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു വാർത്ത ലഭിക്കുകയാണ്. റമദാൻ ആയപ്പോൾ മക്കയിൽ നിന്ന് ഖുറൈശികളുടെ ഒരു നേതാവായ അബൂ സുഫിയാൻ അവർ ഒരു കച്ചവട സംഘവുമായി യാത്ര തുടങ്ങിയിട്ടുണ്ട് എന്ന വാർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുകയാണ്. ബദർ ഉണ്ടായ സാഹചര്യം നമ്മൾ തീർച്ചയായും അറിയേണ്ടതുണ്ട്. മക്കക്കാരുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് അവർക്ക് 2 പ്രദേശങ്ങളിൽ, ഷാമിലേക്കും യമനിലേക്കുമുള്ള കച്ചവടങ്ങളായിരുന്നു. ആ കച്ചവട യാത്രകളായിരുന്നു അവരുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്. അത് കിട്ടിയതുകൊണ്ടാണ്, ആ യാത്രകൾ നടത്തിയതുകൊണ്ടാണ് അവർ ജീവിച്ചു പോകാറുണ്ടായിരുന്നത്. അങ്ങനെ ആ യാത്രയ്ക്ക് വേണ്ടി അബൂ സുഫിയാനും സംഘവും യാത്ര പുറപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം ലഭിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു യാത്ര അത്രമേൽ പ്രധാനമാകുന്നത്? നമുക്കറിയാം, ഇസ്ലാമിക സമൂഹത്തിന്റെ മുഴുവൻ സമ്പാദ്യവും അവരുടെ കൈവശമായിരുന്നു. ശേഷം ഏറ്റവും അവർക്കുണ്ടായിരുന്ന എല്ലാ സമ്പാദ്യവും പെറുക്കി കൂട്ടി ആ സമ്പാദ്യവുമായിട്ടാണ് ആ കച്ചവട യാത്ര അവർ നടത്തുന്നത്. ആ കച്ചവട യാത്രയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നത് ഈ സമ്പത്ത് അത് ഇരട്ടിച്ച് ഏറ്റവും വലിയൊരു തുകയായി മാറിക്കൊണ്ട് ആ സമ്പത്ത് വെച്ചുകൊണ്ട് മദീനയിലുള്ള ഇസ്ലാമിക സമൂഹത്തെ ആക്രമിക്കണം എന്ന ലക്ഷ്യമായിരുന്നു ആ കച്ചവട യാത്രയ്ക്ക് ഉണ്ടായിരുന്നത്. ഇത് നേരത്തെ തിരിച്ചറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നേരത്തെ മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ആ കച്ചവട യാത്രയെ എങ്ങനെയെങ്കിലും തടുത്തു നിർത്തണം. ആ യാത്ര എങ്ങാനും പൂർത്തീകരിച്ച് മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ മൊത്തം ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്ലാൻ ചെയ്യുകയാണ്. ഈ യാത്ര മുടക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ആ ലാഭം കൊണ്ട് മുസ്ലിങ്ങളെ തീർക്കാനുള്ള അവരുടെ പ്ലാനിനെ, ആ പ്ലാൻ ഇല്ലാതാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. നമുക്ക് ബദറിലേക്ക് അല്ലെങ്കിൽ ഷാമിൽ നിന്ന് അവർ മക്കയിലേക്ക് പോകുന്ന ആ യാത്രക്കിടയിൽ വെച്ചുകൊണ്ട് നമുക്ക് അവരെ തടഞ്ഞു നിർത്തേണ്ടതുണ്ട്. ആരൊക്കെ തയ്യാറാണ് എന്ന് ഒരു കാഷ്വൽ ചോദ്യം ചോദിച്ചുകൊണ്ട്, വ്യക്തമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടുകൊണ്ടല്ല ബദർ ഉണ്ടാവുന്നത്. ആ കച്ചവട യാത്രയെ തടുത്തു നിർത്താൻ വേണ്ടിയാണ് ബദറിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുന്നത്. സ്വഹാബിമാർ പ്രവാചകന്റെ കൂടെ കൂടുകയാണ്. ഏകദേശം 350-ൽ താഴെ വരുന്ന പ്രവാചകൻ സ്വഹാബത്ത് അടങ്ങുന്ന ആ ഒരു എണ്ണം നിരായുധരായ, നിരാലംബരായ, തീർത്തും ദുർബലരായ ഒരു സമൂഹം അവിടെ യാത്ര തിരിക്കുകയാണ്. ആ കച്ചവട സംഘത്തെ എങ്ങനെയെങ്കിലും നേരിടണം. എന്നാൽ ആ കച്ചവട സംഘം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അവർക്ക് നേരെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് പോകാൻ തുടങ്ങുകയും മക്കയിലേക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. ഈ വാർത്ത മക്കയിൽ അറിഞ്ഞപ്പോൾ മക്കയിൽ അപ്പോൾ ഉണ്ടായിരുന്ന ഖുറൈശികളുടെ ഏറ്റവും വലിയ നേതാവ് അബൂ ജഹൽ അവർ അഹങ്കാരത്തോടുകൂടി ഈ പ്രവാചകന്റെ ഈ യാത്രയെ അവർ ഏറ്റെടുക്കുകയാണ്. പ്രവാചകനും കൂട്ടരും ഞങ്ങളെ ആക്രമിക്കാൻ വരികയോ എങ്കിൽ ഞങ്ങൾ സർവ്വസന്നാഹങ്ങളുമായി അവർക്കെതിരെ രംഗത്ത് വരാൻ തയ്യാറാണ് എന്ന് അവർ പ്രതിജ്ഞാബദ്ധരാവുകയാണ്. അങ്ങനെ അബൂജഹലും കൂട്ടരും 1000-ഓളം വരുന്ന വലിയൊരു സൈന്യമായിക്കൊണ്ട്, അന്ന് മക്കയിൽ ആരെല്ലാം അവിടെ ഉണ്ടായിരുന്നോ അവരോടെല്ലാം ഒരു നിർബന്ധ ബുദ്ധി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് അവർ ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ഇങ്ങനെയാണ് ആ കച്ചവട സംഘത്തെ എതിർക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ യാത്രയാണ് പിന്നീട് അബൂജഹലും കൂട്ടരും അടങ്ങുന്ന ഒരു വലിയ സൈന്യം തങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇതാണ് ബദറിന്റെ പശ്ചാത്തലം. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇന്ന് നമ്മളെല്ലാവരും ഒരു യുദ്ധമുഖത്താണ് പലപ്പോഴും പറയാറുള്ളത്. GCC രാജ്യങ്ങളിലുള്ള നമ്മുടെയൊക്കെ സഹോദരങ്ങൾ ഒരു പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന സയനിസ്റ്റ് ഭീകരന്മാർ അവർ ലോകത്തൊട്ടാകെ ചെയ്തിട്ടുള്ള പ്രയാസങ്ങൾ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, അതിന്റെ ഒരു തുടർച്ച ഇപ്പോൾ നമ്മൾ ഇറാനിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ എന്ന രാജ്യത്തെ പൂർണ്ണമായും അവർ നശിപ്പിക്കുമെന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പല ഘടകങ്ങളും നമ്മൾ GCC രാജ്യങ്ങളിൽ പോലും, നമ്മുടെയൊക്കെ പലപ്പോഴും പല സഹോദരങ്ങളുമുള്ള, നമ്മുടെ പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങൾ താമസിക്കുന്ന അത്തരം രാജ്യങ്ങളിൽ പോലും പല പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സയനിസത്തിന്റെ ഇത്തരത്തിലുള്ള വലിയ ക്രൂരതകളുടെ മറ പിടിച്ചുകൊണ്ട് സംഭവിക്കുന്ന മറ്റൊരു കാര്യം കൂടി നമ്മൾ സാന്ദർഭികമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഇറാൻ എന്നാൽ ഇറാൻ പൂർണ്ണമായും സുന്നി രാജ്യമൊന്നുമല്ല. അവിടെ ഷിയായിസത്തിന്റെ വക്താക്കളായ ആളുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഒരു സിമ്പതി പിടിച്ചുകൊണ്ട് അവിടെ തങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ വരുന്നു എന്ന ആ ഒരു അനുകൂല സാഹചര്യം പിടിച്ചുകൊണ്ട് പലപ്പോഴും ഷിയായിസത്തെ പോലും വെള്ളപൂശുന്ന ഒരു സാഹചര്യവും താരതമ്യം ഇവിടെ കാണാൻ കഴിയും. കേരളത്തിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ അത്തരം വിഷയങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഷിയായിസം എന്നാൽ അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല.
അതിനെ പോലും വെള്ളപൂശിക്കൊണ്ട് ഇസ്ലാമിനെ നേരെ വരുന്ന ഇത്തരം ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ പോകുന്ന ഷിയ വക്താക്കളായ ആളുകളെ അവരെ ഷഹീദായി കൊണ്ടൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യവും കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇതിവിടെ പറയാൻ കാരണം ബദർ എന്തുകൊണ്ടാണ് നടന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ബദറിനെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് യൗമുൽ ഫുർഖാൻ എന്നാണ്. അതായത് സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള ഒരു ദിവസമായിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ബദറിനെ പറ്റി പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഏതൊരു യുദ്ധമുഖം വരുമ്പോഴും ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴും ഇസ്ലാമികമായി നമ്മുടെ നിലപാട് എവിടെയാണ് എന്ന കാര്യം നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അത് ഷിയാ സ്വാധീനമാണെങ്കിലും സൈനിസ്റ്റ് ഭീകരന്മാരുടെ വിഷയങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ യഥാർത്ഥത്തിൽ അഹ്ലുസ് സുന്നയുടെ കൂടെ ഉണ്ട് എന്ന കാര്യം നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ യാതൊരു നിലയ്ക്കുള്ള വ്യതിചലനവും ഉണ്ടാവുന്നില്ല എന്ന കാര്യം ബോധപൂർവം ഉറപ്പിക്കുക. പ്രത്യേകിച്ച് ഒരു ബദറിന്റെ സമയത്ത് നമ്മുടെ വിശ്വാസ വൈകല്യങ്ങൾ പലപ്പോഴും നമുക്ക് പ്രയാസം ഉണ്ടാക്കാൻ ഒരിക്കലും പാടില്ല എന്ന കാര്യം സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബദർ എന്നത് ഈമാനിന്റെ ഒരു ചേരി ഒരു വശത്തും കുഫ്രിന്റെ മറ്റൊരു ചേരി മറുവശത്തുമുള്ള ഒരു പ്രത്യേകമായ ഒരു സാഹചര്യമായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ ബദറിനെ കൂടെ കാണാൻ സാധിക്കുക. ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ വെമ്പൽ കൊള്ളുന്ന ഇസ്ലാമിക സമൂഹവും അഹങ്കാരം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ കാണിച്ചു തരുന്നു പറയുന്ന ഒരു പ്രതികൂല സാഹചര്യമുള്ള അപ്പുറത്തെ ശത്രു സൈന്യവും നമുക്ക് അവിടെ കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ നമ്മോട് സത്യവും അസത്യവും വേർതിരിക്കുന്ന ഒരു ദിവസമായിക്കൊണ്ട് ബദറിനെ പഠിപ്പിച്ചു തരികയാണ്. ആ ബദറിൽ നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നും ഖുർആൻ പറയുകയാണ്. ഈ രണ്ട് ചേരികൾക്കിടയിൽ നിങ്ങൾക്ക്, ആ രണ്ട് വിഭാഗത്തിനുമിടയിൽ നിങ്ങൾക്ക് ആയത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഖുർആൻ നമ്മോട് പറയുകയാണ്. എന്തെല്ലാമാണ് ആ ആയത്തുകൾ? ഏറ്റവും ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തിനു വേണ്ടിയായിരുന്നു ബദർ നടന്നത്? കേവലം ഒരു കച്ചവട സംഘത്തെ ആക്രമിക്കുക എന്നതിനപ്പുറം ബദർ ഉണ്ടാവാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്നത്, ബദറിന് തൊട്ട് മുമ്പ്, ആ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ബദർ പിന്നെ മുശ്രിക്കുകളുടെ ഏറ്റവും വലിയ നേതാവായ അബൂജഹൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവോട്. ആരോടാണ്? അള്ളാഹുവോട്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവേ, ഞങ്ങൾക്ക് കേട്ടുകേൾവിയില്ലാത്ത ഒരു ആദർശം, ഒരു പുതിയ ആദർശം കൊണ്ടുവന്ന് ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി. അതിനാൽ ആ വ്യക്തി ഉണ്ടാക്കിയ ഭിന്നിപ്പ് കാരണം ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് നീ വേർതിരിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരണേ. ഈ യുദ്ധത്തിലൂടെ അങ്ങനെ ഒരു പ്രതിവിധി ഉണ്ടാവണമേ എന്ന് അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പറയേണ്ടതില്ലല്ലോ. എല്ലാ നിലയ്ക്കും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറുവശത്ത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടു കൂട്ടരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു ബദറിന് മുമ്പുണ്ടായിരുന്നത്. ഇരുഭാഗത്തും അള്ളാഹു ഉണ്ട് എന്ന് രണ്ടു കൂട്ടരും അംഗീകരിച്ചിരുന്നു. ഇസ്ലാമിക സമൂഹം അംഗീകരിച്ചിരുന്നു, ശത്രുപക്ഷത്തുള്ള മുശ്രിക്കുകളും അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിച്ചിരുന്നു. അതോടൊപ്പം അള്ളാഹുവാണ് സ്രഷ്ടാവ്, അള്ളാഹുവാണ് സംരക്ഷകൻ എന്ന കാര്യവും അവർ അംഗീകരിച്ചിരുന്നു. മൂന്നാമതായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്ന കാര്യവും അവർ അംഗീകരിച്ചിരുന്നു. പക്ഷെ അവർക്ക് പിഴവ് സംഭവിച്ചത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടൂ എന്ന കാര്യത്തിൽ അവർക്ക് പിഴച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കും. അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഇടയാളൻ ആവശ്യമുണ്ടല്ലോ, ഒരു മീഡിയേറ്റർ ആവശ്യമുണ്ടല്ലോ എന്ന നിലയ്ക്ക് അവർ അള്ളാഹു അല്ലാത്ത ആളുകളെ അവരുടെ കൂടെ അവർ നിർത്തുമായിരുന്നു എന്ന് ഖുർആനിൽ കാണാൻ സാധിക്കും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈന്റെ അർത്ഥം അവർക്ക് അറിയാതെ പോയി. മാത്രം എന്ന കാര്യം അവർ വിട്ടുപോയി. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് മാത്രം പോയിന്ന ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നമ്മോട് ചേർത്ത് വായിക്കേണ്ടത്, ഇന്നും നമുക്ക് അള്ളാഹുവിനോട് മാത്രമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ പിഴവ് സംഭവിച്ചു പോയ നമ്മുടെയൊക്കെ കൂടുതലുള്ള സഹോദരന്മാരെ കാണാൻ സാധിക്കും. പണ്ട് കാലത്ത് കല്ലും മുള്ളും മൂർഖം പാമ്പും അല്ലെങ്കിൽ പിന്നെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിച്ചിരുന്ന ഒരു സമൂഹമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ദർഗകളിലേക്കും മഖബറുകളിലേക്കും ജാറങ്ങളിലേക്കും പോകുന്ന പ്രകടമായി ശിർക്ക് ചെയ്യുന്ന ആളുകൾ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. എത്ര ദർഗകളാണ്, എത്ര മഖബറുകളാണ് ഈ ഇട പോലും ഉയർന്നു വന്ന, അത് പൂർണ്ണമായിട്ടും ഇല്ലാത്തതാണ്, പടച്ചുണ്ടാക്കിയതാണെന്ന് അറിഞ്ഞിട്ട് പോലും അതിലേക്ക് പോയി നേർച്ച വഴിപാടുകൾ നടത്തുന്ന, ആരാധനകൾ നടത്തുന്ന, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ അവരോട് പോയി പ്രാർത്ഥിക്കുന്ന എത്രയധികം ആളുകളെ കാണാൻ സാധിക്കും. ഇനി അത്ര കൊടിയ ശിർക്കൊന്നല്ലെങ്കിലും ചില ആളുകൾക്കുള്ളത്, അവർ കയ്യിൽ ഏലസ് കെട്ടും, ഉറുക്ക് കെട്ടും, അല്ലെങ്കിൽ ചരട് കെട്ടും. എന്നിട്ട് ആ ചരടിൽ ഞാൻ എല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്നു, എനിക്കൊരു ആപത്തും ഇല്ലാതിരിക്കാൻ ഈ ചരട് എനിക്ക് കവലായിരിക്കും, ഇത് മന്ത്രിച്ചൂതിയ ചരടാണ് എന്നെല്ലാം പറഞ്ഞ് ആ ചരടിലേക്ക് കൊണ്ടുവരുന്ന, അവിടെയും ശിർക്ക് കൊണ്ടുവരുന്ന, ഒരുപക്ഷെ പലപ്പോഴും അവർ അറിയാതെ പോലും ശിർക്കിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തിനേറെ നമുക്കറിയാം, ബദർ നടന്നത് ഈ തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ്. തൗഹീദിൽ മാലോകർക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ബദർ നടന്നത്.
എന്നിട്ട് ആ ബദരീങ്ങളോട് പോലും പലപ്പോഴും സഹായം അഭ്യർത്ഥിക്കുന്ന, ഒരു അപകടം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിക്കുന്ന പലപ്പോഴും ഒന്നും അറിയാത്ത സഹോദരന്മാർ നമ്മുടെയൊക്കെ കൂടെയുണ്ട്. അവരിത് പറഞ്ഞു മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കും ഉണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് പോലെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിമയ്ക്ക് അള്ളാഹു പോരെ, അവന്റെ കണ്ഠനാടിയേക്കാൾ അടുത്തുള്ള, അവൻ ഏറ്റവും അടുത്തുള്ള ആ അള്ളാഹുവിനോട് നിങ്ങൾക്ക് ചോദിച്ചാൽ പോരെ, എന്തിനാണ് അതിനിടയിൽ ഒരു ഇടയാളന്മാർക്ക്, ഒരു മീഡിയേറ്റർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ബദർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അത് തന്നെയാണ്. നമുക്ക് ഭരമേൽപ്പിക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാൻ, നമ്മുടെ ഇബാദത്തുകൾ പറയാൻ, നമ്മുടെ സങ്കടങ്ങൾ പറയാൻ എല്ലാം അള്ളാഹു മാത്രം മതി നമുക്കെന്ന ഒരു ഉറച്ച വിശ്വാസമാണ് നമുക്കുണ്ടാവേണ്ടത്. രണ്ടാമതായി, പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ, ആ പ്രയാസങ്ങളെ തൊട്ട് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ബദർ ഉണ്ടാവുമായിരുന്നില്ല. അത്രമേൽ വലിയ പ്രയാസമായിരുന്നു ബദറിന്റെ സമയത്ത് ഉണ്ടായിരുന്നത്. നമ്മളെല്ലാവരും കേട്ട ചരിത്രമാണ്. 1000 അല്ലെങ്കിൽ 1300 പടയാളികളാണ് അപ്പുറത്തുണ്ടായിരുന്നത്. ഇസ്ലാമിക ഭാഗത്തോ 340 താഴെ വരുന്ന സൈന്യം മാത്രം ഇസ്ലാമിക സമൂഹത്തിൽ. അവരാണെങ്കിലോ സർവായുധ സജ്ജരാണ്, ശക്തരാണ്. ഇസ്ലാമിക സമൂഹം പട്ടിണി പാവങ്ങളാണ്, ദുർബലരാണ്, ശാരീരികമായിട്ട് വലിയ അവശതകൾ നേരിടുന്ന ആളുകളാണ്. 200 കുതിര പടയാളികൾ അപ്പുറത്തുണ്ട്. ഇസ്ലാമിക സമൂഹത്തിലാണെങ്കിൽ 2 കുതിരകൾ മാത്രം. 700-ലധികം എണ്ണമില്ലാത്തത്ര ഒട്ടകങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇസ്ലാമിക സമൂഹത്തിലോ 70 ഒട്ടകങ്ങൾ മാത്രം. അത് തന്നെ ആ യാത്ര ചെയ്യുമ്പോൾ 3 പേർക്ക് ഒരു ഒട്ടകം എന്ന വിധത്തിലൊക്കെ പലപ്പോഴും നടന്നും ക്ഷീണിച്ചും ഒക്കെയായി തളർന്നു പോകുന്നൊരു സാഹചര്യം. അവിടെ ഇത്ര പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും അവർക്ക് വേണമെങ്കിൽ പറയായിരുന്നു, അള്ളാഹുവേ ഇത്രയും പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന് ഇപ്പോൾ ഞങ്ങൾ ഒരുക്കമല്ല എന്നവർക്ക് പറയാമായിരുന്നു ന്യായമായിട്ടും. പക്ഷെ അവർ പറഞ്ഞില്ല. മറിച്ച് അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ലക്ഷ്യം, ഇൻഷാ അല്ലാഹ് ഈ ബദർ എന്നത് ഇതെനിക്ക് ജിഹാദിനുള്ള ഒരു അവസരമാണ്, ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് എന്റെ സ്വർഗത്തിന് വേണ്ടിയാണ്, അള്ളാഹുവേ നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്, നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് എന്ന ഉറച്ച വിശ്വാസമായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. മകൻ പറയുന്നത് ഉപ്പയോട്, ഉപ്പ ഇതെന്റെ സ്വർഗത്തിന്റെ വിഷയമാണ്, ഇത് നിങ്ങൾ ഇടപെടരുത് എന്ന് ഉപ്പയോട് സംസാരിക്കുന്ന മകനെ കാണാൻ സാധിക്കും. ഹാരിസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് കിടക്കാണ് ബദറിൽ. മരണപ്പെട്ടപ്പോൾ ഉമ്മു ഹാരിസ് റളിയല്ലാഹു അൻഹ അവിടെ വന്ന് പ്രവാചകനോട് പറയുന്നുണ്ട്, പ്രവാചകരെ ഈ മരണപ്പെട്ടത് എന്റെ മകനാണ്, അവന് സ്വർഗമുണ്ടോ റസൂലെ, എനിക്ക് സന്തോഷിക്കാമോ എന്ന് ഒരു ഉമ്മ തന്റെ മകന്റെ ജനാസയ്ക്ക് മുമ്പിൽ വന്ന് റസൂലിനോട് ചോദിക്കുന്ന സാഹചര്യം നമുക്ക് ബദറിൽ കാണാൻ സാധിക്കും. അവരുടെ മുമ്പിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സ്വർഗം മാത്രമായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലും എത്ര പ്രയാസങ്ങൾ ഉണ്ടാവും, എത്ര പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാവും. സുബ്ഹി നമസ്കാരത്തിന് ജമാഅത്തായിക്കൊണ്ട് പള്ളിയിൽ ഇത്രയും ആളുകൾ വരികയാണെങ്കിൽ എത്ര മനോഹരമായ കാഴ്ചയായിരിക്കും അത്. എന്നാൽ രാവിലെ ആ സുബ്ഹി ബാങ്ക് കൊടുത്ത ശേഷം അസ്വലാത്തു ഖൈറുൻ മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ സ്വന്തം പുതപ്പൊന്ന് മാറ്റി അത് ഒന്ന് പോയി ബാത്റൂമിൽ പോയി വുളു എടുക്കാനുള്ള ആ തണുപ്പും മഞ്ഞും ആ പ്രയാസങ്ങളൊക്കെ മാറ്റാൻ പോലും നമുക്ക് വലിയ മടിയാണ്, നമുക്ക് വലിയ പ്രയാസമാണ്. ആ നമ്മളാണ് പലപ്പോഴും ബദറിലെ ശുഹദാക്കളെ പറ്റി വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളും അവർ എവിടെയാണെന്ന കാര്യം നമ്മളൊന്ന് സ്വയം ആലോചിച്ച് നോക്കൂ. റമദാൻ അതിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. ഈ അവസാനത്തെ 10 ഇത്രയും കാലം ഉണ്ടായിരുന്നതിനേക്കാൾ ആത്മാർത്ഥമായി ഊർജ്ജസ്വലമായി ഇൻഷാ അല്ലാഹ് ഇബാദത്തുകൾ ചെയ്യുമെന്നും അതിന് എന്റെ ഉറക്കമോ മയക്കമോ എന്റെ ജോലിയോ തിരക്കുകളോ ഒന്നും തടസ്സമാവാൻ ഞാൻ ഒരുക്കമല്ല എന്നും ഉറപ്പിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അങ്ങനെ ഉറപ്പിക്കാൻ നമുക്ക് ബദറിലെ ഈ സന്നദ്ധതയും ത്യാഗവും നമുക്ക് പ്രേരണയാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബദർ നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം പ്രാർത്ഥനയാണ്, ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. ബദർ നിങ്ങൾ വിജയിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് നൽകിയതാണ്. എന്തായാലും വിജയിക്കുന്ന ഉറപ്പുള്ള ഒരു യുദ്ധമാണ് ബദർ. പക്ഷെ അതിന് മുമ്പ് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് റസൂലിന്റെ കൈകൾ ഉയർന്ന് തന്റെ തട്ടം താഴേക്ക് വീഴുമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നു, നമസ്കരിക്കുന്നു. ഇത് കണ്ട് അബൂബക്കർ ചോദിക്കുന്നുണ്ട്, റസൂലേ മതിയായില്ലേ, ഇത്ര പോരെ നമുക്ക്, ഇനി മതി നബിയെ എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹുമ്മ അൻജിസ് മാ വഅദ്തനി, അല്ലാഹുവേ നീ എനിക്ക് നൽകിയ ഈ വാഗ്ദത്തം ഇത് പൂർത്തിയാക്കണേ, ഈ കരാർ നീ പാലിക്കണേ റബ്ബേ എന്ന് നിരന്തരം അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ റമദാനിലാണുള്ളത്, നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാടുണ്ട്. റമദാൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു, ഇൻഷാ അല്ലാഹ് ഈ റമദാൻ എന്റെ നരകമോചനത്തിന് കാരണമാവണം, അള്ളാഹു ഈ നരകത്തിൽ മോചനം തരണേ എന്ന് റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പലപ്പോഴും കേട്ടതാണ്. പക്ഷെ റമദാന്റെ ദിവസങ്ങളിൽ എത്രത്തോളം സമയം നമുക്ക് നമ്മുടെ നരകമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചു, നമ്മുടെ സ്വർഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചു? ഒറ്റയ്ക്ക് മാറിയിരുന്ന റബ്ബേ എനിക്ക് കുറെ തെറ്റുകൾ പറ്റിയിട്ട് റബ്ബേ അതൊക്കെ പുറത്തു കൊണ്ട നാഥ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് എത്ര സമയം നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചു എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അതുപോലെ ബദർ നമ്മോട് പറയുന്നത് ശൂറയുടെ പ്രാധാന്യമാണ്. എന്തുണ്ടെങ്കിലും എന്ത് വിഷയമാണെങ്കിലും അത് മറ്റുള്ളവരുമായി സംസാരിച്ച് ചർച്ച ചെയ്ത് അവരുമായി കൂടിയാലോചിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബദറിന്റെ വിവരം വരുമ്പോൾ ആദ്യം സ്വഹാബിമാരൊക്കെ വിളിക്കുന്നുണ്ട്. ശേഷം പറയാൻ ഇങ്ങനൊരു വിഷയമുണ്ട്, ആ കച്ചവട സംഘത്തെ അല്ല നമുക്ക് നേരിടാനുള്ളത്, ഇനി അബൂജഹലിന്റെ ആ വലിയ സൈന്യത്തെയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ നിലയ്ക്കും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് സ്വഹാബിമാർക്ക് കാണാൻ സാധിക്കുന്നത്. അവർ എല്ലാ നിലയ്ക്കും ആ ചർച്ചയിൽ ഇടപെടുന്ന. ഒരിക്കൽ റസൂൽ അവിടെ ബദറിന്റെ സമയത്ത് ഒരു സ്ഥലത്ത് ടെന്റ് കെട്ടാൻ തീരുമാനിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ നമുക്കൊരു ടെന്റ് കെട്ടാം, ഇവിടെ നമുക്ക് താമസിക്കാം എന്ന് പറഞ്ഞപ്പോ ഒരു സ്വഹാബി ഒന്ന് ചോദിക്കുന്നത്, റസൂലെ, ഈ ടെന്റ് ഇവിടെ കെട്ടാമെന്ന് പറഞ്ഞത് ഇത് താങ്കളുടെ വാക്കാണോ അത് അള്ളാഹുവിന്റെ വഹിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം റസൂൽ തിരിച്ചു ചോദിക്കുന്നത്, എന്താ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? അദ്ദേഹം തിരിച്ചു പറയാണ്, ഇത് അള്ളാഹുവിന്റെ വാക്കാണെങ്കിൽ, വഹിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും ചോദിക്കാനില്ല. അള്ളാഹു പറഞ്ഞോ അത് അംഗീകരിക്കുക. അതല്ല താങ്കളുടെ ഒരു കൗലാണെങ്കിൽ എനിക്ക് പറയാൻ റസൂലെ, ഇവിടെ നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇവിടെ കുറച്ച് ചളി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്, ഇവിടെ നമുക്ക് മഴ ലഭിച്ചുകൊള്ളണമെന്നില്ല, വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തൊട്ടടുത്ത് വെള്ളം കിട്ടുന്ന മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം എന്ന ആ വാക്കിനെ ഏറ്റെടുക്കുകയും അവർ അങ്ങോട്ട് മാറുകയും ചെയ്യാണ്. ഇത് പിന്നീട് വലിയ ഒരു വിജയത്തിനുള്ള കാരണമാകുമെന്ന് പിന്നീട് കാണാൻ സാധിക്കും. അപ്പൊ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നേതാവായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ബദറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകന് എല്ലാ നിലയ്ക്കും സപ്പോർട്ട് കൊടുത്ത സന്നദ്ധരായിരുന്ന ഒരു സമൂഹമായിരുന്നു സ്വഹാബിമാരായ എല്ലാവരും ഉണ്ടായിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ യുദ്ധത്തിന് നമ്മൾ പോകണോ എന്നുള്ള ആ ആശങ്കയുള്ള സമയത്ത് അവിടെ സ്വഹാബിമാരോട് ഈ കാര്യം തുറന്നു പറഞ്ഞപ്പോൾ പ്രവാചകൻ എല്ലാ നിലയ്ക്കും ഒരു തടസ്സവുമില്ലാത്ത രൂപത്തിൽ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ അവരെല്ലാം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ മുഹാജിറിൽ നിന്ന് ഒരു വ്യക്തി മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് വന്ന് പറയാണ്, റസൂലെ, ബനൂ ഇസ്രായേലിയർ മൂസാ നബി അലൈഹി സ്വലാമയോട് കാണിച്ച ആ ചെയ്ത് ഞങ്ങൾ ചെയ്യില്ല റബ്ബേ റസൂലേ എന്ന് അദ്ദേഹം പറയാണ്. കാരണം അവർ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ മൂസ എന്ന് മൂസാ നബിയോട് അവർ പറഞ്ഞിരുന്നതാണ്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല റസൂലെ, ഞങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടാകുമെന്ന് ശക്തി പകരുകയാണ് മുഹാജിറുകൾ. ശേഷം അൻസാരികളിൽപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലെ, താങ്കൾ ഞങ്ങളോട് ഈ മുമ്പിൽ ഒരു വലിയ സമുദ്രമാണ്, ആ സമുദ്രത്തിലേക്ക് എടുത്തു ചാടണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാടാൻ തയ്യാറാണ് റസൂലെ. ഒരു വലിയ പർവ്വതം കാണിച്ച് ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞാലും അങ്ങനെ പോകാനും ഞങ്ങൾ തയ്യാറാണ് റസൂലെ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് റസൂലിന് കരുത്ത് നൽകുന്ന, ധൈര്യം നൽകുന്ന സ്വഹാബിമാരെയായിരുന്നു നമുക്ക് കൂടെ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ബദർ നമ്മോട് പറയുന്നത് തവക്കുൽ ചെയ്യണമെന്നാണ്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും, എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അള്ളാഹുവിൽ തവക്കുലാക്കി നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ആത്മാർത്ഥമായി ചെയ്ത് പ്രാർത്ഥിച്ചാൽ അതിൽ നമുക്ക് വിജയമുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആൻ കാണാൻ സാധിക്കും, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയുസബ്ബിത് അഖ്ദാമകും. അള്ളാഹുവിനെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ നമ്മുടെ സഹായം ഒന്നും ആവശ്യമില്ല. എന്നാൽ അള്ളാഹുവിനെ സഹായിക്കുക എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് ഈ ദീനിനെയും ഇതിന്റെ ദഅവത്തിനെയും പ്രബോധനത്തിനെയും നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ സഹായിച്ചാൽ, അതുമായി സഹകരിച്ചാൽ എന്നതാണ്. എങ്കിൽ അള്ളാഹു നമ്മയും സഹായിക്കും. അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ, ആ സഹായം നമുക്ക് ആവശ്യമാണെങ്കിൽ, നമുക്ക് ലഭിക്കണമെങ്കിൽ അത്തരത്തിൽ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ ദീനിനെ സേവിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ബദറിലേക്ക് ഒരുങ്ങിയിറങ്ങിയ ആ സ്വഹാബിമാരുണ്ടല്ലോ, അവരുടെ ഇഖ്ലാസും അവരുടെ നെഞ്ചുറപ്പും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന അചഞ്ചലമായ ആ വിശ്വാസവുമായിരുന്നു ബദറിന്റെ വിജയത്തിന്റെ കാരണം. ബദർ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ ആ പ്രയാസങ്ങളെയെല്ലാം ഇവരുടെ പ്രാർത്ഥനകൾ കാരണം, ഇവരുടെ ഇഖ്ലാസ് കാരണം, ബദരീങ്ങളുടെ എല്ലാ നിലയ്ക്കുമുള്ള സന്നദ്ധത കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നുണ്ട്, അള്ളാഹു ബദറിൽ മലക്കുകളെ ഇറക്കുകയാണ്. വലിയ ശത്രു സൈന്യമാണ് മുമ്പിലുള്ളത്. ആ ശത്രു സൈന്യത്തിനെതിരെ പടപൊരുതാനായി അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് മലക്കുകളെ ഇറക്കുകയാണ്. ഇന്നി മുബിദ്ദുകും ബിഅൽഫിൻ മിൻ മലായിക. അള്ളാഹു 1000-ഓളം മലക്കുകളെ ഇറക്കുന്നു എന്ന് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഖുർആനിൽ 3000 മിനൽ മലായികതി മുൻസലീൻ. 3000-ലധികം മലക്കുകൾ അള്ളാഹു ഇറക്കിയെന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. 3000-ഉം 1000-ഉം മറ്റൊരു 2000 കൂട്ടി 5000-ലധികം മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബദറിന്റെ രണഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ സഹായിക്കുകയാണ്. അവരുടെ സന്നദ്ധത കാരണം, അവരുടെ പ്രാർത്ഥന കാരണം. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു ഖുർആനിൽ പറയുന്നുണ്ട്, ശത്രുക്കൾക്ക് അവരുടെ സൈന്യം വളരെ വലുതായിരുന്നല്ലോ, 1000-ഓളം വരുന്ന സൈന്യമായിരുന്നു. പക്ഷേ അവർ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവരുടെ മനസ്സിലൊരു തോന്നലിട്ട് കൊടുക്കുകയാണ്, ഇസ്ലാമിക സമൂഹം ഞങ്ങളെക്കാൾ വലിയ ഇരട്ടിയോളം വലിപ്പമുണ്ട് എന്ന ഒരു തോന്നലിട്ട് കൊടുക്കുകയും അത് കാരണം അവർക്ക് വലിയ പേടി ഉണ്ടാവുകയും ചെയ്യാണ്. ഞങ്ങൾക്ക് യുദ്ധം ജയിക്കാൻ കഴിയുമോ എന്നുള്ള പേടി ശത്രുക്കൾക്ക് മുമ്പിൽ അവരുടെ മനസ്സിലുണ്ടാക്കുകയുമാണ്. മാത്രമല്ല യുദ്ധത്തിന് തൊട്ട് മുമ്പായിക്കൊണ്ട് ബദർ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന ഇസ്ലാമിക സമൂഹത്തിന് എല്ലാവർക്കും ഒരു ലഘുവായ ഒരു ചെറിയ ഉറക്കവും ഒരു മയക്കവും അള്ളാഹു അവിടെ കൊടുക്കുകയാണ്. ആ മയക്കം കാരണം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനും, എല്ലാ ബേജാറുകളും ആ മയക്കത്തോടു കൂടി ഇല്ലാതായി അവരെല്ലാം പൂർണ്ണ ഉജ്ജ്വലമായ ഒരു ഉന്മേഷത്തോടു കൂടി യുദ്ധത്തിലേക്ക് ഒരുങ്ങിയിറങ്ങുകയും ചെയ്യുകയാണ്. ഇതൊക്കെ അള്ളാഹുവിന് വലിയ തൗഫീഖാണ്.
അള്ളാഹുവിനെ സഹായിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് നൽകുന്ന തൗഫീഖ് ആയിക്കൊണ്ടാണ് അത് നമ്മൾ കാണേണ്ടത്. മാത്രമല്ല, ആ മുസ്ലിങ്ങൾ തമ്പടിച്ചിരുന്ന, അവർ ടെന്റടിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു മഴ, ഒരു ചാറ്റൽ മഴയും പെയ്യുകയാണ്. ആ മഴയും അവർക്ക് അനുകൂലമായി മാറുകയാണ്. എന്നാൽ ശത്രുക്കൾ ടെന്റടിച്ച സ്ഥലത്തോ, നേരത്തെ അവർ മാറിയ ആ സ്ഥലത്ത് ശത്രുക്കൾ ടെന്റടിക്കുകയാണ്. ആ സ്ഥലത്ത് അത് കനത്തൊരു മഴയാവുകയും ആ മഴ അവിടെ ചളി കാരണം അവരുടെ ആയുധങ്ങൾ പോലും പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നുവെന്ന് ബദറിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതായത് ഏതെല്ലാം നിലയ്ക്ക് അള്ളാഹുവിന്റെ സഹായം നമ്മൾ അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്ത സമയത്ത് പോലും നമുക്ക് അള്ളാഹുവിന്റെ സഹായം എത്തുന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം, എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്കും കടുങ്കൈ ചെയ്യുന്ന, ആത്മഹത്യകൾ ചെയ്യുന്ന എത്ര കുട്ടികളെ കാണാൻ സാധിക്കും. ക്യാമ്പസിൽ പഠിക്കുന്ന പരീക്ഷാ കാലഘട്ടമാണ്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ പരീക്ഷ എക്സാം ടഫായി എന്നതിന്റെ പേരിൽ മാത്രം, അല്ലെങ്കിൽ വീട്ടിൽ ഉമ്മ ചീത്ത പറഞ്ഞു, ടൂർ പോകണ്ട എന്ന് പറഞ്ഞു, റിമോട്ട് കൊടുത്തില്ല എന്ന ചെറിയ കാരണങ്ങൾ കാരണം നമ്മുടെ ചെറിയ മക്കൾ പോലും ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. ബദർ നമ്മോട് പറയുന്നത് അചഞ്ചലമായ വിശ്വാസം. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി നമുക്ക് ഉണ്ടായിക്കോട്ടെ, എത്ര വലിയ പ്രയാസങ്ങളായിക്കോട്ടെ, അവിടെയെല്ലാം ഇത് അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹു എനിക്ക് നൽകിയ ഒരു പരീക്ഷണമാണിത്. അള്ളാഹുവിന് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ പരീക്ഷണം തന്നത്. ഇതിൽ ഞാൻ ക്ഷമിച്ചാൽ, ഞാൻ സ്വബർ കാണിച്ചാൽ നാളെ എനിക്ക് വലിയ നേട്ടം അത് ഇഹലോകത്തും പരലോകത്തും ഒക്കെ എനിക്ക് വരാനുണ്ട് എന്ന ചിന്തയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ ആത്മാർത്ഥമായി ഈ റമദാനിനെ, ബദറിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ സാധിക്കണം. അള്ളാഹു നിങ്ങളുടെ തൗഫീഖ് നമുക്ക് ഇവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബദറിൽ നിന്നുള്ള എല്ലാ പാഠങ്ങളും അതിന്റെ അകക്കാമ്പുകളിലേക്ക് പോയിക്കൊണ്ട് ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ബദർ എന്നാൽ അതിന്റെ അർത്ഥം പൂർണ്ണചന്ദ്രൻ എന്നാണ്. രാത്രിയിൽ നിലാവ് ഉള്ള സമയത്ത് വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ നിലാവിന് കാരണക്കാരനായ ആ പൂർണ്ണചന്ദ്രനെ പോലെ ബദർ എന്ന ഈ ഒരു ചരിത്ര സംഭവത്തിൽ ഒരു കേവലം യുദ്ധം എന്ന നിലയ്ക്ക് മാറ്റി നിർത്തേണ്ട ഒരു ചരിത്രമല്ല ബദറിനുള്ളത്. അതൊരു പോരാട്ടമായിരുന്നു. ഇസ്ലാമിക സമൂഹം അവർക്കുണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും എതിരെയുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു ബദറിലൂടെ നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ബദരീങ്ങളെ, അവരുടെ സന്ദേശങ്ങളെ എത്രത്തോളം നമ്മൾ നെഞ്ചേറ്റുന്നു എന്നതാണ് ഇവിടെ ചോദ്യമായിട്ടുള്ളത്. ബദർ യുദ്ധത്തിന്റെ വേളയിൽ നമ്മുടെ എല്ലാം കണ്ണിനെ ഈറനണിയിപ്പിക്കുന്ന വലിയ കാഴ്ചകൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട്. മഹാനായ സ്വഹാബി മുആദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ഫാൽക്കൺ പക്ഷിയെ പോലെ ബദറിന്റെ രണഭൂമിയിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഏത് സമയത്തും മുആദിന്റെ ഇടപെടൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊട്ടക്ട് ചെയ്യാനും ഇസ്ലാമിക സമൂഹത്തിന് ഒരു വലിയ കരുത്താവാനും മുആദിന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത്, പിന്നീട് എന്റെ തോളിന് ഇക്രിമ ആഞ്ഞൊന്ന് വെട്ടി. എന്റെ തോളിന് കൊണ്ട ആ വെട്ട് കാരണം എന്റെ കൈ അത് ഒടിഞ്ഞു തൂങ്ങി. ആ കൈ തൂങ്ങിക്കൊണ്ടിരുന്ന കൈ കൊണ്ട് ഞാൻ കുറച്ചു ദൂരം മുന്നോട്ട് പോയി, പക്ഷെ എനിക്ക് പ്രയാസമായിരുന്നു. ആ ഒടിഞ്ഞു തൂങ്ങിയ കൈ പിന്നീട് എനിക്കൊരു പ്രയാസമാകുമെന്ന് കണ്ടപ്പോ ഞാൻ ചെയ്തത്, എന്റെ രണ്ട് കാലുകൾക്കുമിടയിൽ ആ കൈ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു. ശേഷം ഒരു വലിയ വലിച്ചു. ആ കൈ അവിടെ അറ്റു വീണു, അത് മുറിഞ്ഞു പോയി. ശേഷം ഞാൻ യുദ്ധം തുടർന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ പിന്നെ അദ്ദേഹം ഷഹീദാവുന്നുണ്ട്. തന്റെ ഒരു കൈ പോയത് അവർക്കൊരു പ്രശ്നമായിരുന്നില്ല. മറ്റൊരു കൈ ഉണ്ടല്ലോ, രണ്ട് കാലുകൾ എനിക്കുണ്ടല്ലോ, എന്നെ കൊണ്ടാവുന്നത് എന്താണോ അതിന്റെ പരമാവധിയിൽ ഞാൻ ചെയ്യുമെന്നായിരുന്നു അവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, അവരൊക്കെ കണ്ട ആ സ്വർഗത്തിന്റെ കാഴ്ചകൾ, അതിന്റെ നിറം എന്നത് അത് വർണ്ണാഭമായിരുന്നു. നമുക്കും അത്തരം സ്വർഗത്തെ പറ്റി സ്വപ്നം കാണാൻ സാധിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മോടാരോടും ബദറിനെ പോലെ ഒരു യുദ്ധം നയിക്കണമെന്നല്ല നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയിൽ താമസിക്കുന്ന, ഈ ഒരു സാഹചര്യത്തിൽ താമസിക്കുന്ന നമുക്കൊന്നും ഒരു യുദ്ധം ചെയ്യേണ്ട സാഹചര്യം ഇവിടെ ഇല്ല. മറിച്ച് നമ്മൾ ചെയ്യേണ്ട യുദ്ധം എന്നത്, നമ്മൾ ചെയ്യേണ്ട ജിഹാദ് എന്നത് അത് നമ്മോട് തന്നെയുള്ള ജിഹാദാണ്. ഈ റമദാൻ തീരുമ്പോഴേക്കും റമദാനിന്റെ ആത്യന്തികമായ ലക്ഷ്യമായ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവുക എന്ന ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ, ആ ജിഹാദിലേക്ക് ഒരുങ്ങിയിറങ്ങാൻ, സ്വന്തം ഇച്ഛകളെയും താല്പര്യങ്ങളെയും സ്വന്തമായി തിന്മകളിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും എത്രത്തോളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ സ്വയം ചോദിച്ചു നോക്കേണ്ടതുണ്ട്. അങ്ങനെ റമദാനിനെ ഇത്തരത്തിൽ നമ്മുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി മാറ്റാൻ, അതിന് ബദറിൽ നിന്നുള്ള എല്ലാ മെസ്സേജുകളും എല്ലാ സന്ദേശങ്ങളും ആത്മാർത്ഥമായി ഉള്ളിലേക്ക് എടുക്കാൻ നമുക്ക് സാധിക്കണം. അത്യാവശ്യം ത്യാഗങ്ങൾ ചെയ്യാൻ സന്നദ്ധരാവാൻ, ഏറ്റവും ആത്മാർത്ഥമായി ആവേശകരമായി ഇബാദത്തുകളിൽ മുന്നേറാൻ, അവസാനത്തെ പത്തൊക്കെ വരുമ്പോൾ അതിൽ പൂർണ്ണമായും എഴുത്തിക്കാത്തിരിക്കാൻ, കുടുംബസമേതം പള്ളിയുമായി ബന്ധമുണ്ടാക്കാൻ, ഖുർആൻ പാരായണം
കൂടുതൽ 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 സജീവമാക്കാൻ എവിടെയെല്ലാം സ്വതക്കകൾ ചെയ്യാനുള്ള അവസരമുണ്ടോ, അത് പള്ളിക്ക് വേണ്ടിയാവട്ടെ മറ്റെല്ലാ സംരംഭങ്ങൾക്കാവട്ടെ, അവിടെ ഏറ്റവും മുമ്പിൽ കണ്ടറിഞ്ഞ് ഒരുപാട് സ്വതക്കകൾ ചെയ്യാൻ, നമ്മുടെ വിശ്വാസത്തെ ഏറ്റവും നല്ല രൂപത്തിൽ കൃത്യമാക്കാൻ, അത് തൗഹീദ് അനുസരിച്ച് മാത്രമാക്കാൻ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, ഇബാദത്ത് കൊണ്ടുപോകുന്ന അത്തരം കൂട്ടത്തിൽ ഉൾപ്പെടാൻ, അങ്ങനെ സ്വർഗ്ഗ വഴിയിൽ ഒരുമിക്കാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ ഖബറുകളെ വിശാലമാക്കി അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും രോഗങ്ങൾ കൊണ്ടും പല പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടുമൊക്കെ വലിയ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ സഹോദരങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലുള്ള ഒരുപാട് സഹോദരങ്ങൾ വലിയ ഭീതിയിൽ കഴിയുന്ന, വലിയ പ്രയാസത്തിൽ കഴിയുന്ന എത്രയോ അധികം ആളുകൾ, അവർക്കെല്ലാം അള്ളാഹു നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, അവർ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.